Hi all. Characterizing schedules based on recoverability schedules or histories of transaction എന്ന ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താണ് ഷെഡ്യൂൾ എന്ന് നോക്കാം. എ ഷെഡ്യൂൾ എസ് ഓഫ് എൻ ട്രാൻസാക്ഷൻ T1, T2 എക്സെട്ര Tn വരെയുള്ള എൻ ട്രാൻസാക്ഷൻ്റെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈസ് എൻ ഓർഡറിങ് ഓഫ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഓർഡറിംഗ് ആണ് ഈ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസ് ഇൻ്റർലീവ്ഡ് ആയിട്ടായിരിക്കും ഷെഡ്യൂളിൻ്റെ അകത്ത് ഉണ്ടാവുക. കാരണം നമുക്കറിയാം, ഒരു കൺകറൻറ്റ് ട്രാൻസാക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ കൺകറൻറ്റ് ട്രാൻസാക്ഷൻ ഇൻ്റർലീവ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, സീരിയൽ ആയിട്ടായിരിക്കില്ല ഉണ്ടാവുക. സീരിയൽ മീൻസ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തത് ഉണ്ടാവുള്ളൂ. ബട്ട് കൺകറൻറ്റ് ട്രാൻസാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇൻ്റർലീവ്ഡ് ഫോമിലായിരിക്കും ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇങ്ങനെ ഇൻ്റർലീവ്ഡ് ആണെങ്കിൽ പോലും ഈ എസ് എന്ന് പറയുന്ന ഷെഡ്യൂളിൻ്റെ അകത്ത് TI എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ TIയിൽ ഏത് ഓർഡറിലാണോ ഒക്കർ ചെയ്യുന്നത് അതേ ഓർഡറിൽ തന്നെ ഈ ഒരു ഷെഡ്യൂളിൻ്റെ അകത്തും ഒക്കർ ചെയ്യണം. വിച്ച് മീൻസ് ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, 1, 2, 3 എന്ന് പറയുന്ന ഓപ്പറേഷൻ. അത് ഷെഡ്യൂളിൻ്റെ അകത്തും ഈവൻ ഇൻ്റർലീവ്ഡ് ആയിട്ട് വേറെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ പോലും TI എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള 3 ഓപ്പറേഷൻസ് 1, 2, 3 എന്ന ഓർഡറിലാണ് TIയിൽ ഉണ്ടാകുന്നത് എങ്കിൽ ഈ ഒരു ഷെഡ്യൂളിൻ്റെ അകത്തും സെയിം ഓർഡറിൽ തന്നെ 1, 2, 3 ഓർഡറിൽ തന്നെ ഉണ്ടായിരിക്കണം. അല്ലാതെ 3, 2, 1 എന്നോ 2, 1, 3 എന്നുള്ള ഓർഡറിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ടോട്ടൽ ഓർഡറിങ്? ഒരു ഷെഡ്യൂളിൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസ് ടോട്ടൽ ഓർഡറിങ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എനി 2 ഓപ്പറേഷൻസ് ഇൻ ദ ഷെഡ്യൂൾ 1 മസ്റ്റ് ഓക്കർ ബിഫോർ ദി അതർ. 2 ഓപ്പറേഷൻസ് ഉണ്ട് എങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ മുന്നേ തന്നെ പ്രോപ്പറായിട്ട് കഴിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ ആ ഷെഡ്യൂൾ ടോട്ടൽ ഓർഡറിങ് ഷെഡ്യൂളാണെന്ന് പറയും, അല്ലാത്തതിനെ പാർഷ്യൽ ഓർഡറിങ് ഷെഡ്യൂളാണെന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഷെഡ്യൂളിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾസ് ആണ്. ഒന്ന് ഒരു ഷോർട്ട് എൻഡ് ആയിട്ടുള്ള നൊട്ടേഷൻസ് ആണ്. B, R, W, E, C and A. B means begin transaction, R read item, W write item, ഇത് end transaction, C commit transaction and A abort transaction. ഇനി ഈ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. ട്രാൻസാക്ഷനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ട്രാൻസാക്ഷൻ്റെ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിൾസൊക്കെ അപ്പൻഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് എങ്ങനെയാണ് എന്നുള്ള ഡാറ്റ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും? ഒരു ഡാറ്റാബേസിൽ എക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, ഒരു ഡാറ്റയുണ്ട്. ആ ഡാറ്റേനെ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ R ബ്രാക്കറ്റിൽ എക്സ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ W ബ്രാക്കറ്റിൽ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. എക്സ് എന്ന് പറയുന്ന ഡാറ്റ റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ R ബ്രാക്കറ്റിൽ R of X, റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ W of X. ഫസ്റ്റ് ട്രാൻസാക്ഷനാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ R1 of X, സെക്കൻഡ് ട്രാൻസാക്ഷനാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ R2X. ഫസ്റ്റ് ട്രാൻസാക്ഷനാണ് റൈറ്റ് ചെയ്യുന്നതെങ്കിൽ W1 of X, സെക്കൻഡ് ട്രാൻസാക്ഷനാണ് റൈറ്റ് ചെയ്യുന്നതെങ്കിൽ W2 of X. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന കാര്യമൊന്ന് ഓർമ്മയിൽ വെക്കുക. നെക്സ്റ്റ്, ഒരു ഷെഡ്യൂളിൻ്റെ അകത്തുള്ള 2 ഓപ്പറേഷൻ എപ്പോഴാണ് കോൺഫ്ലിക്റ്റ് ആവുക? മീൻസ് ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളിൻ്റെ അകത്തുള്ള ഒന്നോ അതിലധികമോ ട്രാൻസാക്ഷൻ ഉണ്ടാവും. ആ ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള ഒരു ഓപ്പറേഷൻ എപ്പോഴാണ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുക? അത് താഴെ പറയുന്ന 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഈ ഓപ്പറേഷൻ രണ്ടും 2 ട്രാൻസാക്ഷൻ ഉൾപ്പെട്ടതായിരിക്കണം. രണ്ടും സെയിം ഐറ്റത്തെ ആയിരിക്കണം ആക്സസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടാവുക ഒരേ സമയം. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ഓപ്പറേഷൻ റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ആണെന്ന് നമുക്ക് പറയാം. എന്താ കോൺഫ്ലിക്റ്റ് എന്നറിയാം? 2 ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള ഓപ്പറേഷൻ ഒരേ സമയം ഒരു ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ആക്ച്വലി കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. ആക്സസ് ചെയ്യാമെന്നല്ല, റൈറ്റ് ചെയ്യുന്ന അതിലൊരു ഓപ്പറേഷൻ റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ എന്തായാലും അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. സോ ഇതാണ് 3 കണ്ടീഷൻ ഒരു കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ഉണ്ടാവേണ്ടത്. ഇനി എന്താണ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ? 2 ഓപ്പറേഷൻ കോൺഫ്ലിക്റ്റിംഗ് ആണ് എന്ന് പറയണമെങ്കിൽ ആ 2 ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ മാറിയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുക. മീൻസ് 2 ട്രാൻസാക്ഷൻ ഉണ്ട്, ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, വേറൊരു ട്രാൻസാക്ഷനകത്ത് അടുത്ത ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. രണ്ടും സെയിം ഐറ്റത്തെയാണ് ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓർഡർ മാറിക്കഴിഞ്ഞാൽ
മീൻസ് ആദ്യം ഒന്നാമത്തത് പിന്നെ രണ്ടാമത്തത് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കില്ല ആദ്യം രണ്ടാമത്തത് പിന്നെ ഒന്നാമത്തത് എക്സിക്യൂട്ട് ചെയ്താൽ കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇത് നോക്കുക, R1 രണ്ട് ട്രാൻസാക്ഷൻ അതിനകത്തുള്ള ഓരോ ഓപ്പറേഷൻസ്. R1 ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നു, സെക്കൻഡ് ട്രാൻസാക്ഷൻ അതിനെ റൈറ്റ് ചെയ്യുന്നു. ഈ ഒരു ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കില്ല സെക്കൻഡ് ട്രാൻസാക്ഷൻ റീഡ് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ ട്രാൻസാക്ഷൻ സെക്കൻഡ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്ന ഓപ്പറേഷൻ. കാരണം ഇവിടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നത് എക്സിൻ്റെ പഴയ വാല്യൂ ആണ്. അതിനുശേഷമാണ് ഈ എക്സിനെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്ത് പുതിയ വാല്യൂ ആക്കി മാറ്റുന്നത്. പക്ഷേ ഇവിടെയോ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എക്സിൻ്റെ പഴയ വാല്യൂവിനെ പുതിയ വാല്യൂ ആക്കി മാറ്റിയതിന് ശേഷമാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ അതിനെ റീഡ് ചെയ്തെടുക്കുന്നത്. സോ ഈ രണ്ട് ഔട്ട്പുട്ടും ഡിഫറൻ്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുക. കാരണം ഇവിടെ ഒരു റീഡും ഒരു റൈറ്റുമാണ് വന്നിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിനെ നമ്മൾ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. വിച്ച് മീൻസ് റീഡ് റൈറ്റ് അല്ലെ റൈറ്റ് റീഡ് എന്നുള്ള കോമ്പിനേഷൻ വരുമ്പോഴാണ് റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. മറ്റൊരു ടൈപ്പ് കോൺഫ്ലിക്റ്റ് ആണ് റൈറ്റ് റൈറ്റ് കോൺഫ്ലിക്റ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള രണ്ട് ഓപ്പറേഷൻസ് രണ്ട് റൈറ്റ് പെർഫോം ചെയ്യുകയാണ് ഒരു കോമൺ ഐറ്റത്തിൻ്റെ അകത്ത്. W1 W2. ഈ ഒരു റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് W2 W1 എന്ന റിസൾട്ടിൽ കിട്ടുക. ഒരു കോമൺ നോളജാണ്. കാരണം ഇത് റൈറ്റ് ചെയ്യുന്ന വാല്യൂ ആണ് വീണ്ടും ഇത് റൈറ്റ് ചെയ്യുന്നത്. ആ ഔട്ട്പുട്ട് ആയിരിക്കില്ല ആദ്യം ഇത് റൈറ്റ് ചെയ്ത് പിന്നെ ഈ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്ന വാല്യൂ ഉണ്ടാവുക. സോ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റിനാണ് റൈറ്റ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഇനി എന്ത് കോമ്പിനേഷനാണ് ബാക്കിയുള്ളത്? രണ്ട് റീഡ് ഓപ്പറേഷൻ. ഈ രണ്ട് റീഡ് ഓപ്പറേഷൻ ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ അല്ല. റീഡ് കോമ്പിനേഷൻ ഒരിക്കലും കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ അല്ല. കാരണം വാല്യൂവിൻ്റെ അകത്ത് ഒരു മാറ്റവും വരുത്തുന്നില്ല, ജസ്റ്റ് വാല്യൂവിനെ റീഡ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ വൺ ഓഫ് ദ ഓപ്പറേഷൻ റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കണം. ഓക്കെ, സോ മെയിനായിട്ട് രണ്ട് വിധത്തിലുള്ള കോൺഫ്ലിക്റ്റ്, റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റും റൈറ്റ് റൈറ്റ് കോൺഫ്ലിക്റ്റും. ഈ റീഡ് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് റീഡും ആവാം. സോ ഇങ്ങനെയുള്ളതാണ് ഈ രണ്ട് കോൺഫ്ലിക്റ്റുകൾ. നെക്സ്റ്റ്, ഒരു ഷെഡ്യൂൾ എപ്പോഴാണ് നമ്മളൊരു കംപ്ലീറ്റ് ഷെഡ്യൂൾ എന്ന് പറയുക? ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ഷെഡ്യൂൾ എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, എസ് എന്ന് പറയുന്ന ഈ ഒരു ഷെഡ്യൂളിൻ്റെ അകത്ത് എക്സാക്ട്ലി ദോസ് ഓപ്പറേഷൻസ് ഇൻ T1 T2 എക്സിട്ര അപ് ടു TN വരെയുള്ള ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള സെയിം ഓപ്പറേഷൻ തന്നെയായിരിക്കണം ഈ ഒരു എസ് എന്ന് പറയുന്ന ഒരു ഷെഡ്യൂളിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക, ഇൻക്ലൂഡിങ് എ കമ്മിറ്റ് ഓർ എബോട്ട് അറ്റ് ദ ലാസ്റ്റ് ഓപ്പറേഷൻ. ഈ ഓരോ ട്രാൻസാക്ഷൻ്റെയും ഓപ്പറേഷൻ്റെ ഉള്ളിലുള്ള സെയിം ഓപ്പറേഷൻ തന്നെയായിരിക്കണം എസ്സിൽ ഉണ്ടാവേണ്ടത്. പ്ലസ് ഏറ്റവും ലാസ്റ്റ് ഈ ഓരോ ട്രാൻസാക്ഷൻ്റെയും ലാസ്റ്റ് ഒരു എബോട്ടോ ഒരു കമ്മിറ്റോ ഉണ്ടായിരിക്കണം. ഓക്കെ, 2, ഈ ഓരോ ട്രാൻസാക്ഷൻ്റെ അകത്തും ഓപ്പറേഷൻ ഏത് ഓർഡറിലാണോ ഉണ്ടാകുന്നത് അതേ ഓർഡറിൽ തന്നെ വേണം എസ് എന്ന് പറയുന്ന ഷെഡ്യൂളിൻ്റെ അകത്തും ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമത്തെ കണ്ടീഷൻ, ഒരു കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, എന്താ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു. ആ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ഈ ഒരു ഷെഡ്യൂളിൻ്റെ അകത്ത് ഉണ്ടാവുകയാണെങ്കിൽ വൺ ഓഫ് ദ ടു മസ്റ്റ് ഒക്കർ ബിഫോർ ദ അതർ ഇൻ ദ ഷെഡ്യൂൾ. ആ ഷെഡ്യൂളിൻ്റെ അകത്ത് ഒന്ന് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തത് ഉണ്ടാവാൻ പാടുള്ളൂ. ഇതാണ് 3 കണ്ടീഷൻ. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ഷെഡ്യൂളാണ് എന്ന് പറയാം. ഇത് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷന് മാത്രമേ ഈ ഒരു കണ്ടീഷൻ ഉള്ളൂ. നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ആണെങ്കിൽ ഈ ഒരു ഓർഡർ ഇഷ്യൂ അല്ല. ഓക്കെ, സോ നെക്സ്റ്റ്, ക്യാരക്ടറൈസിങ് ഷെഡ്യൂൾസ് ബേസ്ഡ് ഓൺ റിക്കവറബിലിറ്റി. റിക്കവറബിലിറ്റീനെ ബേസ് ചെയ്തിട്ട് ഈ ഷെഡ്യൂളിനെ നമ്മൾ എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യും എന്നുള്ളതാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഒരു ഫെയിലിയർ ഉണ്ടായി, ആ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില ഷെഡ്യൂളിനെ നമുക്ക് ഈസിലി റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ചിലതിന് നമുക്ക് കുറച്ചുകൂടി ടൈം എടുത്തിട്ടെങ്കിൽ പോലും റിക്കവർ ചെയ്യാൻ പറ്റും. എന്നാൽ ചിലത് തീരെ റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ക്യാരക്ടറൈസ് ദ ടൈപ്പ് ഓഫ് ഷെഡ്യൂൾസ് ഫോർ വിച്ച് റിക്കവറി ഈസ് പോസിബിൾ. ഓരോ ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ അതിനെ ക്യാരക്ടറൈസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ്ഡ് ഓൺ ഇത് റിക്കവർ പോസിബിൾ ആണോ, സിമ്പിൾ ആണോ, അല്ലെങ്കിൽ പോസിബിൾ അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ഷെഡ്യൂൾസിനെ ക്യാരക്ടറൈസ് ചെയ്യണം. ഇനി എന്താണ് ഒരു റിക്കവറബിൾ ഷെഡ്യൂൾ? ഒരു ഷെഡ്യൂൾ എപ്പോഴാണ് റിക്കവറബിൾ ആവുക? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇതൊരു റിക്കവറബിൾ ഷെഡ്യൂൾ ആവുക. സിമ്പിൾ കൺസെപ്റ്റ് ആണ്, ബട്ട് ശ്രദ്ധിക്കുക, ഒറ്റൊരു വായനയിൽ ഇത് മനസ്സിലാകണമെന്നില്ല. എ ഷെഡ്യൂൾ എസ് ഈസ് റിക്കവറബിൾ ഇഫ് നോ ട്രാൻസാക്ഷൻ T in S commits until all transaction T dash that have written some item X that T
റീഡ്സ് ഹാവ് കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറഞ്ഞ ഷെഡ്യൂൾ 2 ട്രാൻസാക്ഷൻ ഉണ്ട്, ടിയും ടി ഡാഷും. ടി എന്ന് പറയുന്ന ഈ ട്രാൻസാക്ഷൻ ടി ഡാഷ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ റീഡ് ചെയ്തെടുക്കുന്നുണ്ട് എങ്കിൽ ഈ ടി ഡാഷ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ടി കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിനെ റിക്കവറബിൾ ഷെഡ്യൂൾ എന്ന് പറയും. ഓക്കെ, അതായത് ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ടി ഡാഷ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടി ഡാഷ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ടി കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൂടാതെ ഒരു കണ്ടീഷനും കൂടിയുണ്ട്. ടി ഡാഷ് റൈറ്റ് ചെയ്തിട്ട് അത് ടി റീഡ് ചെയ്യുന്നുണ്ട്. അത് റീഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു ട്രാൻസാക്ഷൻ ഇതിനെ വീണ്ടും റൈറ്റ് ചെയ്യാൻ പാടില്ല. ടി ഡാഷ് ടി ഡാഷ് റൈറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ടി റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ ഒരു ട്രാൻസാക്ഷൻ ടി ഡബിൾ ഡാഷ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇതിനെ റൈറ്റ് ചെയ്യാൻ പാടില്ല. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം ആ ഒരു ഷെഡ്യൂൾ റിക്കവറബിൾ ഷെഡ്യൂളാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കുക. ഇതും ഒന്ന് ക്ലോസ്ലി ശ്രദ്ധിക്കുക. നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻ ഉണ്ട്, എസ് എ, എസ് സി, എസ് ഡി, എസ് സി. ഈ ട്രാൻസാക്ഷൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഓപ്പറേഷൻ്റെ ഓർഡറാണിത്. എന്താണ് R1 R2 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓരോ ട്രാൻസാക്ഷൻ്റെ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആണ്. സോ ഈ ഒരു ഓർഡറിലാണ് ഇതിപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. എസ് എ R1 ഓഫ് എക്സ് ആദ്യം ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ എക്സിനെ റീഡ് ചെയ്യുന്നു. ഇവിടെ 2 ഡാറ്റ ഐറ്റം ഉള്ളത്, എക്സും വൈയും. ഓക്കെ, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എക്സിനെ റീഡ് ചെയ്തു, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ റീഡ് ചെയ്തു, ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തു. ദെൻ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ രണ്ടാമത്തെ ഡാറ്റ ഐറ്റത്തെയാണ് റീഡ് ചെയ്യുന്നത്. തൽക്കാലം അതിപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. സെക്കൻഡ് ട്രാൻസാക്ഷൻ എക്സിനെ റൈറ്റ് ചെയ്യുന്നു, ദെൻ സെക്കൻഡ് കമ്മിറ്റ് ചെയ്യുന്നു. ദെൻ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ വൈനെ റൈറ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആവുന്നത്. ഇവിടെ ആക്ച്വലി ഒരു ഇഷ്യൂ ഇല്ല, റിക്കവറബിൾ ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ആക്ച്വലി ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം ഉണ്ട്, ബട്ട് എന്നാലും ഇത് റിക്കവറബിൾ ആണ്. എന്തുകൊണ്ടാണ്? R2 R1 ട്രാൻസാക്ഷൻ T2 T1 മുന്നേ കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ല. കാരണം R1 R2 റീഡ് ചെയ്തെടുത്ത് ഈ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെയാണ് ഇത് റീഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതിന് ശേഷമാണ് ഇത് സെപ്പറേറ്റ് റൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു ഇഷ്യൂ വരുന്നില്ല. പക്ഷേ ലോസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? W1 റൈറ്റ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് W2ലേക്ക് എത്തില്ല. അങ്ങനെ ഒരു ലോസ്റ്റ് അപ്ഡേറ്റ് ഉണ്ട് എന്നല്ല, ആ ഒരു ഇഷ്യൂ അല്ലാതെ റിക്കവർ ചെയ്യുന്നതിൽ ഇവിടെ ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ ഈ ട്രാൻസാക്ഷൻ നോക്കാം. SC ഓർഡർ നോക്കുക. ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നു, ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുന്നു. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തത് റീഡ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. രണ്ടാമത്തെ റീഡ് ചെയ്തതിന് ശേഷം മാത്രമായിരുന്നു ഇത് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ റീഡ് ചെയ്യുന്നു, ദെൻ മറ്റൊരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഡാറ്റനെ ആക്സസ് ചെയ്യുന്നു, രണ്ടാമത്തത് റൈറ്റ് ചെയ്യുന്നു, രണ്ടാമത്തത് കമ്മിറ്റ് ചെയ്യുന്നു. അതിന് ശേഷമാണ് ഒന്നാമത്തത് എബോട്ടായി പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായി? ഈ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്ത ഒരു വാല്യൂവിനെ ഇത് റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഇത് കമ്മിറ്റ് ചെയ്തത്. പക്ഷെ അതിന് ശേഷമാണ് ഇത് എബോട്ടായി പോകുന്നത്. സോ ഇത് റിക്കവറബിൾ അല്ല, കാരണം ഇവിടെ എന്തായാലും ഒരു പ്രോബ്ലം ഉണ്ടാവും. ഓക്കെ, തേർഡ് SD നോക്കുക. SD വലിയ ഇഷ്യൂ ഇല്ല. എന്താണ്? ഇതേ ഓപ്പറേഷൻ തന്നെ, ബട്ട് ഇവിടെ കമ്മിറ്റ് ചെയ്യുന്ന C2 സെക്കൻഡ് കമ്മിറ്റ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റാണ് കമ്മിറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ റീഡ് ചെയ്യുന്നു, ഒന്നാമത്തത് റൈറ്റ് ചെയ്യുന്നു. ഈ റൈറ്റ് ചെയ്യുന്നത് തന്നെയാണ് രണ്ടാമത്തെ റീഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് കമ്മിറ്റ് ചെയ്തത് ഒന്നാമത്തത് കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് കമ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഇഷ്യൂ വരില്ല. കാരണം ഇവിടെ ഒരു അബോട്ടായിരുന്നു ഒന്നാമത്തത് ഇവിടെ സംഭവിച്ചതെന്ന് വിചാരിക്കുക. മീൻസ് ഈ ഒരു ഇതിൽ സംഭവിച്ചതുപോലെ ഇവിടെയും അബോട്ടാണ് സംഭവിച്ചത് എങ്കിൽ, ഇതേ ഓർഡറാണ് എങ്കിൽ ഇത് അബോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടാമത്തെ അങ്ങ് അബോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെയും ഇഷ്യൂസ് ഉണ്ടാവുന്നില്ല. സോ ഇവിടെ SC എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ റിക്കവറബിൾ അല്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം ഉണ്ട്. കാരണം ഈ റൈറ്റ് ചെയ്തത് ഇവിടെ എഫക്റ്റ് ആവുന്നില്ല. കാരണം ഇത് റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ R2 റീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല, ലോസ്റ്റ് അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ C2 ആദ്യം കമ്മിറ്റ് ചെയ്തു, അതിന് ശേഷമാണ് ഇത് അബോട്ട് ആകുന്നത്. അപ്പം അവിടെ ഒരു ഇഷ്യൂ വന്നു. പകരം ഇങ്ങനെയായിരുന്നുവെങ്കിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു. കാരണം ഈ ഒന്നാമത്തത് അബോട്ടായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് രണ്ടാമത്തതിനെ അബോട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റുമായിരുന്നു.
ഓക്കെ, സോ ഇത് റിക്കവറബിൾ അല്ല. ഈ ഒരു കാര്യമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെയും ആ ഒരു കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് കാസ്കേഡിംഗ് റോൾ ബാക്ക്. എന്താണ് കാസ്കേഡിംഗ് റോൾ ബാക്ക് അല്ലെ കാസ്കേഡിംഗ് അബോട്ട്? ഡെഫിനിഷൻ: എ ഫിനോമിനൻ ഒക്കറിങ് ഇൻ സം റിക്കവറബിൾ ഷെഡ്യൂൾസ് വെയർ ആൻ അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷൻ ഹാസ് ടു ബി റോൾഡ് ബാക്ക് ബിക്കോസ് ഇറ്റ് റീഡ് ആൻ ഐറ്റം ഫ്രം ട്രാൻസാക്ഷൻ ദാറ്റ് ഫെയിൽഡ്. നമ്മളിപ്പം പറഞ്ഞ കേസ് തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ SC എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു കേസിൻ്റെ അകത്ത് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒന്നാമത്തത് അബോട്ട് ആയതുകൊണ്ട് രണ്ടാമത്തതും അബോട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ റിക്കവറബിൾ ആയിട്ടുള്ള ഷെഡ്യൂളിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു ഫിനോമിനനാണ് ഒരു ട്രാൻസാക്ഷൻ ഫെയിൽ ആയതുകൊണ്ട് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസും റോൾ ബാക്ക് ചെയ്യേണ്ട അവസ്ഥ. അതിനെയാണ് കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറയുക. ഓക്കെ, ഈ കാസ്കേഡിംഗ് റോൾ ബാക്ക് കുറേ ടൈം കൺസ്യൂമിംഗ് ആണ്. എന്തുകൊണ്ടാണ്? ന്യൂമറസ് ട്രാൻസാക്ഷൻ ചിലപ്പോൾ നമുക്ക് റോൾ ബാക്ക് ചെയ്യേണ്ടി വരും. കാരണം ഒരു 10 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ്റെ വാല്യൂ ഈ 2, 3, 4, 5, 10 റീഡ് ചെയ്യുന്നുണ്ടാവും. ഏറ്റവും ലാസ്റ്റ് ഈ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ അബോട്ടായി പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 10 അബോട്ട് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഷെഡ്യൂൾസിനെ ക്യാരക്ടറൈസ് ചെയ്യണം ഈ ഒരു കാസ്കേഡിംഗ് റോൾ ബാക്ക് ഇല്ലാത്ത രീതിയിൽ. സോ ഒരു ഷെഡ്യൂൾ കാസ്കേഡ് ലെസ് ആണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെയാണ് കാസ്കേഡ് ലെസ് ആക്കുന്നത്? ഇഫ് എവറി ട്രാൻസാക്ഷൻ ഇൻ ദ ഷെഡ്യൂൾ റീഡ്സ് ഓൺലി ഐറ്റം ദാറ്റ് വെയർ റിട്ടൺ ബൈ ദ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ. കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്ത ഐറ്റത്തെ മാത്രമേ ഇവിടെ കമ്മിറ്റ് ചെയ്യാത്ത മറ്റൊരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്യുള്ളൂ. ആ രീതിയിൽ നമുക്ക് ഇതിനെ കാസ്കേഡ് ലെസ് ആക്കി മാറ്റാം. ദെൻ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള വേറൊരു ടൈപ്പാണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. സ്ട്രിക്റ്റ് ഷെഡ്യൂളിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻ ക്യാൻ നൈദർ റീഡ് നോർ റൈറ്റ് എൻ ഐറ്റം എക്സ് അണ്ടിൽ ദ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ദാറ്റ് റോട്ട് എക്സ് ഈസ് കമ്മിറ്റഡ്. ഒരു ട്രാൻസാക്ഷൻ എക്സിനെ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുകയോ അബോട്ട് ആവുകയോ ചെയ്യുന്നത് വരെ മറ്റൊരു ട്രാൻസാക്ഷനും അതിനെ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെയുള്ള ഷെഡ്യൂളിനെയാണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുക. ഓക്കെ, സോ ഇത്രയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ക്യാരക്ടറൈസിങ് ഷെഡ്യൂൾസ് ബേസ്ഡ് ഓൺ റിക്കവറബിലിറ്റി ഷെഡ്യൂൾസ് ഓർ ഹിസ്റ്ററി ഓഫ് ട്രാൻസാക്ഷൻ. അതിൻ്റെ അകത്ത് ഷെഡ്യൂൾ എന്താണ്, ടോട്ടൽ ഓർഡറിങ് എന്താണ്, കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ്, റൈറ്റ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്താണ്, കംപ്ലീറ്റ് ഷെഡ്യൂൾ എന്താണ്, റിക്കവറബിൾ ഷെഡ്യൂൾ എന്താണ്, അതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് നമ്മളിതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്, ദെൻ എക്സാമ്പിൾ എന്താണ് കാസ്കേഡിംഗ് റോൾ ബാക്ക്, ആൻഡ് ഫൈനലി എന്താണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഓക്കെ.